ഹലോ എവ്രിവൺ. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എഡ്യൂക്കേഷണൽ സ്റ്റഡീസ് എന്ന മൊഡ്യൂളിൽ വെസ്റ്റേൺ സ്കൂൾസ് ഓഫ് ഫിലോസഫി എന്ന ചാപ്റ്ററിൽ പ്രാഗ്മാറ്റിസം എന്നൊരു ഏരിയയെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു വെസ്റ്റേൺ സ്കൂൾസ് ഓഫ് ഫിലോസഫിയിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കൂൾസ് ഓഫ് ഫിലോസഫി നമ്മൾ അതിൽ ഡീൽ ചെയ്യുന്നുണ്ട്. ഐഡിയലിസം, പ്രാഗ്മാറ്റിസം, റിയലിസം, എക്സിസ്റ്റൻഷ്യാലിസം, മാർക്സിസം, ഹ്യൂമനിസം, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെസ്റ്റേൺ സ്കൂൾസ് ഓഫ് ഫിലോസഫീസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് പ്രാഗ്മാറ്റിസത്തെ കുറിച്ചാണ്. പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് പരിശോധിക്കുന്ന ടൈമിൽ അതിൽ ഒരു സ്കൂൾ ഓഫ് ഫിലോസഫി ആയിട്ട് മാത്രം ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. അവിടെ കൂടുതലായിട്ടും കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ ലിസ്റ്റ് 1 നമ്മുടെ സ്കൂൾസ് ഓഫ് വെസ്റ്റേൺ സ്കൂൾസ് ഓഫ് ഫിലോസഫീസ് ഉണ്ടാവും. അതുപോലെ തന്നെ ലിസ്റ്റ് 2 ഡിഫറെൻറ്റ് ടൈപ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതിൽ ലിസ്റ്റ് 2 ഒന്നില്ലെങ്കിൽ അതിൻ്റെ ചീഫ് എക്സ്പോണൻറ്റ് അല്ലെങ്കിൽ ഫൗണ്ടർ ഓഫ് വെസ്റ്റേൺ സ്കൂൾസ് ഓഫ് ഫിലോസഫീസ് ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ, എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ കരിക്കുലം ആയിരിക്കാം, റോൾ ഓഫ് ദ ടീച്ചർ ആയിരിക്കാം, ടീച്ചിങ് മെത്തേഡ്സ് ആയിരിക്കാം, ഡിസിപ്ലിൻ ആയിരിക്കാം. അങ്ങനെ പല ടൈപ്പിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ വെസ്റ്റേൺ സ്കൂൾസ് ഓഫ് ഫിലോസഫി. അപ്പോൾ അതിൽ വരുന്ന എല്ലാ ടൈപ്പും അല്ലെങ്കിൽ ഐഡിയലിസം, പ്രാഗ്മാറ്റിസം, റിയലിസം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് തന്നെയാണ് പഠിക്കാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സെഷനിൽ പ്രാഗ്മാറ്റിസത്തെ കുറിച്ചാണ് നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഓരോ വെസ്റ്റേൺ സ്കൂൾസ് ഓഫ് ഫിലോസഫീസ് പഠിക്കുമ്പോഴും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ ഫൗണ്ടർ, അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഓരോ സ്കൂൾസ് ഓഫ് ഫിലോസഫിൻ്റെയും ഫൗണ്ടർ ആരാണെന്നുള്ളത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ, കരിക്കുലം, ഡിസിപ്ലിൻ, അതുപോലെ തന്നെ അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് അതിലുണ്ടെങ്കിൽ, അതായത് പ്രാഗ്മാറ്റിസിൽ തന്നെ ചിലപ്പോൾ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ടൈപ്സും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പ്രാഗ്മാറ്റിസം ഡീൽ ചെയ്യുന്ന സമയത്ത് അതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഫൗണ്ടർ ആൻഡ് ഫാദർ ഓഫ് പ്രാഗ്മാറ്റിസം വില്യം ജെയിംസ് ആണ്. ഞാനിവിടെ വയലറ്റ് കളറിൽ കൊടുത്തിട്ടുണ്ട്, വില്യം ജെയിംസ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൗണ്ടർ ആൻഡ് ഫാദർ ഓഫ് പ്രാഗ്മാറ്റിസം വില്യം ജെയിംസ് ആണ്. The term pragmatism first appeared in 1878 in an article How to Make Our Ideas Clear written by Charles Sanders Peirce. അപ്പോൾ ഈ ഒരു പ്രാഗ്മാറ്റിസം എന്നുള്ളൊരു വേർഡ് ആദ്യമായിട്ട് വന്നത് 1878 ഒരു ആർട്ടിക്കിൾ ആയിരുന്നു. ആർട്ടിക്കിളിൻ്റെ പേരാണ് ഹൗ ടു മേക്ക് അവർ ഐഡിയാസ് ക്ലിയർ, റിട്ടൺ ബൈ ചാൾസ് സാൻഡേഴ്സ് പിയർ. അപ്പോൾ ഇതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. എന്നിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതായിരിക്കും. അല്ലാതെ ഇപ്പോൾ ഡയറക്റ്റ്ലി ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൗ ടു മേക്ക് അവർ ഐഡിയാസ് ക്ലിയർ. ചിലപ്പോൾ ആരുടേതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ പ്രാഗ്മാറ്റിസം ഫസ്റ്റ് അപ്പിയർ ചെയ്തത് ഏത് ആർട്ടിക്കിളാണെന്ന് ചോദിക്കാം, അതിൻ്റെ ഇയർ ചോദിക്കാം. അപ്പം അങ്ങനെയുള്ള 3 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ പറ്റിയൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. The term pragmatism first appeared in 1878 in an article How to Make Our Ideas Clear written by Charles Sanders Peirce എന്നുള്ളത്. അടുത്തത് ജോൺ ഡൂയി ആൻഡ് W.H. കിൽപാട്രിക് ആർ ദ ലീഡിംഗ് എക്സ്പോണൻസ് ഓഫ് പ്രാഗ്മാറ്റിസം. നമുക്ക് അറിയുന്ന ഒരു പേരാണ് ഈ ജോൺ ഡൂയിൻ്റെയൊക്കെ. അതായത് പ്രാഗ്മാറ്റിസത്തിൽ എടുത്തു പറയേണ്ട 2 ആൾക്കാരാണ് ജോൺ ഡൂയി അതുപോലെ കിൽപാട്രിക് എന്നുള്ളത്. ജോൺ ഡൂയി ആണ് ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ളൊരു കാര്യം കൊണ്ടുവന്നത്. അപ്പോൾ പ്രാഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആക്ഷൻ ആണ്. ഇപ്പോൾ നമുക്ക് ഐഡിയലിസം അറിയാം. ഐഡിയലിസം എന്ന് പറയുമ്പോൾ അവിടെ കൂടുതലായിട്ടും ഐഡിയാസിനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ആ ഒരു സ്പിരിച്വൽ ലൈഫ് അല്ലെങ്കിൽ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇവിടെ നമ്മുടെ പ്രാഗ്മാറ്റിസത്തിൽ വരുന്നത് ആക്ഷനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് കുട്ടികൾ പഠിക്കേണ്ടത് ലേണിംഗ് ബൈ ഡൂയിങ്, അതായത് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പഠിച്ചാൽ മാത്രമേ അത് കൂടുതലായിട്ടും പ്രാവർത്തികമാവുക, ആ ലേണിംഗ് അവിടെ നടക്കുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു പ്രാഗ്മാറ്റിസത്തിൽ പറയുന്നത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ആൾക്കാരാണ് ജോൺ ഡൂയി ആൻഡ് W.H. കിൽപാട്രിക്. അപ്പോൾ ജോൺ ഡൂയി ആണ് ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതുപോലെ W.H. കിൽപാട്രിക്കിനും ഒരു പ്രത്യേകതയുണ്ട്. പ്രൊജക്ട് മെത്തേഡ് കൊണ്ടുവന്നത് W.H. കിൽപാട്രിക് ആണ്. അപ്പോൾ ജോൺ ഡൂയി ഈസ് റിലേറ്റഡ് ടു ലേണിംഗ് ബൈ ഡൂയിങ്. അതും എക്സാമിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആരാ കൊണ്ടുവന്നെന്നുള്ളത്, അത് ജോൺ ഡൂയി ആണ്. അതുപോലെ പ്രൊജക്ട് മെത്തേഡ് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് W.H. കിൽപാട്രിക്. അപ്പോൾ ഈ 2 വ്യക്തികളും നമ്മുടെ പ്രാഗ്മാറ്റിസത്തിലെ ബാക്കിയുള്ള എക്സ്പോണൻസ് ആണ്. The term pragmatism is derived from a Greek word pragma, which means action, to make or to accomplish. നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രാഗ്മാറ്റിസം എന്നുള്ളൊരു വേർഡ് പ്രാഗ്മ എന്നുള്ളൊരു വേർഡിൽ നിന്നാണ് വന്നത്. അതിൻ്റെ മീനിങ് എന്താ? ആക്ഷൻ എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്.
അടുത്തതാണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രാഗ്മാറ്റിസം. ഓക്കെ, ഇമ്പോർട്ടൻസ് ടു ആക്ഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു, ഇവിടെ ആക്ഷൻ ആണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മാൻ ഈസ് എസെൻഷ്യലി എ ബയോളജിക്കൽ ആൻഡ് സോഷ്യൽ ഓർഗാനിസം. ഇവിടെ ഇത് പറയാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ഐഡിയലിസം എന്നൊരു സ്കൂൾ ഓഫ് ഫിലോസഫി വന്നതിന് ശേഷമായിരുന്നു പ്രാഗ്മാറ്റിസം വന്നത്. അപ്പോൾ ഐഡിയലിസത്തിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഐഡിയലിസത്തിൽ എന്ന് പറയുമ്പോൾ മാനിന് കുറേ കഴിവുകൾ ഉണ്ട് എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സ്പിരിച്വലി ചിന്തിക്കാൻ, പാസ്റ്റിനെ കുറിച്ച് പറയാനായിട്ട്, അതുപോലെ ഫ്യൂച്ചറിനെ കുറിച്ച് പറയാനായിട്ട്, അതുപോലെ ഗോഡാണ് ഇത്തരം കഴിവുകൾ ഓരോ വ്യക്തിക്കും കൊടുത്തത്, അതുകൊണ്ട് തന്നെ നമ്മൾ ഗോഡിനെ അത്രയും പൂജിക്കണം, ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു ഐഡിയലിസ്റ്റിൽ പറയുന്നത്. പക്ഷേ പ്രാഗ്മാറ്റിസം എന്ന് പറയുമ്പോൾ മാൻ എസെൻഷ്യലി ബയോളജിക്കൽ ആൻഡ് സോഷ്യൽ ഓർഗാനിസം. മാനിന് അത്രയും കഴിവുകളൊന്നും ഇല്ല. മാൻ എന്ന് പറയുന്ന ഒരു ബയോളജിക്കൽ ഓർഗാനിസം ആണ്. ഇവിടെ മാറ്ററിനാണ് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് 2 ടൈപ്പ് ഓഫ് വേൾഡ് ഉണ്ട് എന്നുള്ളത് ആദ്യം ഐഡിയലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പിരിച്വൽ വേൾഡും അതുപോലെ മെറ്റീരിയൽ വേൾഡും. അപ്പോൾ ഐഡിയലിസ്റ്റിൽ സ്പിരിച്വൽ വേൾഡിനെയാണ് അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്രാഗ്മാറ്റിസിൽ വരുമ്പോൾ മെറ്റീരിയൽ വേൾഡിനെയാണ് വിശ്വസിക്കുന്നത്. അതായത് അവിടെ മാറ്ററിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു മനുഷ്യനാണെങ്കിലും അത് ജസ്റ്റ് ഒരു ബയോളജിക്കൽ ഓർഗാനിസം ആണ്, അല്ലെങ്കിൽ സോഷ്യൽ ഓർഗാനിസം ആണ്. സോഷ്യൽ ഓർഗാനിസം എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ നോളജ് കിട്ടുന്നത് അല്ലെങ്കിൽ ലേണിംഗ് നടക്കുന്നത് ത്രൂ ഇന്ററാക്ടിങ് വിത്ത് ദ അതർ പീപ്പിൾ. ആ ഒരു രീതിയിലാണ് നോളജ് ഗെയിൻ ചെയ്യുന്നതെന്നുള്ളതാണ് പ്രാഗ്മാറ്റിസത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ പ്രാഗ്മാറ്റിസം ബിലീവ് ഇൻ ചേഞ്ച് ഇൻസ്റ്റെഡ് ഓഫ് പെർമനൻറ്റ്. ചേഞ്ചിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അതായത് ഒന്നും ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ പഠിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നതിലൂടെ എല്ലാവർക്കും, എല്ലാ മനുഷ്യന്മാരിലാണെങ്കിലും സൊസൈറ്റിയിലാണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും ചേഞ്ച് വരുന്നുണ്ടെന്നുള്ള കാര്യം അവർ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ ദേ ബിലീവ് ഇൻ പ്രസന്റ്. അക്കോർഡിംഗ് ടു ദം ദ പാസ്റ്റ് ഈസ് ഡെഡ് ആൻഡ് ദ ഫ്യൂച്ചർ ഈസ് ആൻ ഇല്യൂഷൻ. പ്രസന്റിലാണ് വിശ്വസിക്കുന്നത്. ഐഡിയലിസം എന്ന് പറയുമ്പോൾ അവർ ഫ്യൂച്ചറിനെ കുറിച്ച് ബോധേഡ് ആവുന്നുണ്ട്. ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ധ്യാനത്തിലൂടെയൊക്കെ ചിന്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പ്രാഗ്മാറ്റിസത്തിൽ എന്ന് പറയുമ്പോൾ പ്രസന്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം പാസ്റ്റ് ഡെഡ് ആണ്, അതായത് കഴിഞ്ഞ കാര്യങ്ങളാണ് പാസ്റ്റ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരിക്കലും ബോധേഡ് ആവാനായിട്ട് പറ്റില്ല. അതുപോലെ ഫ്യൂച്ചർ നമുക്ക് ഒരിക്കലും പ്രവചിക്കാനായിട്ടും പറ്റില്ല. ഫ്യൂച്ചർ ഈസ് ആൻ ഇല്യൂഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് പ്രാഗ്മാറ്റിസത്തിൽ പറയുന്നത്.
ഓക്കെ, അടുത്തത് ദേ ഡോണ്ട് ബിലീവ് ഇൻ സ്പിരിച്വലിസം. ഐഡിയലിസ്റ്റിൽ നമ്മൾ പറഞ്ഞു അവര് സ്പിരിച്വലിസം എന്നുള്ളൊരു കാര്യം അവർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ പ്രാഗ്മാറ്റിസത്തിന്റെ കേസിൽ വരുന്ന സമയത്ത് ദേ ഡോണ്ട് ബിലീവ് ഇൻ സ്പിരിച്വലിസം, ആ ഒരു കാര്യം അവർ വിശ്വസിക്കുന്നില്ല. എക്സ്പീരിയൻസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ടീച്ചർ എന്ന് പറയുന്നുണ്ട്. അതായത് ഐഡിയലിസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഗോഡാണ് കുറേ നോളേജ് നമുക്ക് കിട്ടാനായിട്ട് സഹായിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അവിടെ യോഗയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, ധ്യാനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ കൂടുതലായിട്ടും ലേണിംഗ് ബൈ ഡൂയിങ് ആണ്, അതായത് ആക്ഷൻ ആണ് ഇവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസിലൂടെ മാത്രമാണ് നമുക്ക് ഓരോരോ കാര്യങ്ങൾ, പുതിയതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താനും അത് പഠിക്കാനും അവിടെ നോളേജ് ഗെയിൻ ചെയ്യാനും പറ്റുന്നത് എക്സ്പീരിയൻസിലൂടെയാണ് അല്ലെങ്കിൽ ആക്ഷനിലൂടെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഐഡിയാസ് ആർ റിലേറ്റീവ് ആൻഡ് ഫങ്ഷണൽ. ഓക്കെ, ഐഡിയാസ് ആർ റിലേറ്റീവ് ആൻഡ് ഫങ്ഷണൽ. അപ്പോൾ ഐഡിയാസ് ഉണ്ട്, പക്ഷെ ഐഡിയാസ് മാത്രമല്ല അവിടെ മെയിൻ ആയിട്ട് കൊടുക്കേണ്ട കാര്യം. ഐഡിയാസ് എന്താ, നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റിയൊരു കാര്യമാണ് ഐഡിയാസ് എന്ന് പറയുന്നത്. ആ ഒരു രീതിയിൽ മാത്രമേ ഐഡിയാസിനെ ഇവർ കാണുന്നുള്ളൂ. ദേ ഡോണ്ട് ബിലീവ് ഇൻ എനി പ്രീ ഡിറ്റർമൈൻഡ് വാല്യൂസ്. നമ്മൾ പറഞ്ഞു പാസ്റ്റ് ഡെഡ് ആണ്, ഫ്യൂച്ചർ ഈസ് ആൻ ഇല്യൂഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ മുൻവിധി എന്നൊക്കെ പറയില്ല, അതായത് മുൻപേ തന്നെ ഓരോ കാര്യങ്ങൾ പ്രവചിച്ച് അതിനനുസരിച്ച് നീങ്ങുന്ന ആൾക്കാരല്ല പ്രാഗ്മാറ്റിസത്തിൽ ഉള്ളത്. അവരെന്താ വിശ്വസിക്കുന്നത്, പ്രസന്റിനെയാണ് വിശ്വസിക്കുന്നത്, അതുപോലെ ചേഞ്ചിനെയാണ് വിശ്വസിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സോ ദേ ഡോണ്ട് ബിലീവ് ഇൻ എനി പ്രീ ഡിറ്റർമൈൻഡ് വാല്യൂസ്. ഓക്കെ, അടുത്തതാണ് എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ. പ്രാഗ്മാറ്റിസം ഡോണ്ട് ബിലീവ് ഇൻ എനി പ്രീ ഡിറ്റർമൈൻഡ് എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഐഡിയലിസ്റ്റിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ സെൽഫ് റിയലൈസേഷൻ അല്ലെങ്കിൽ കൾച്ചറൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സ്പിരിച്വൽ ഡെവലപ്മെന്റ്, അതൊക്കെയാണ് എഡ്യൂക്കേഷൻ്റെ എയിംസ് ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഓരോ സ്കൂൾസ് ഓഫ് ഫിലോസഫീസിനും ഡിഫറെൻറ്റ് എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്. അപ്പോൾ നാച്ചുറലിസ്റ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിലും നാച്ചുറൽ ഡെവലപ്മെന്റ്, അത്തരം കാര്യങ്ങളൊക്കെ അതിൻ്റെ എയിംസ് ആണ്. പക്ഷേ നമ്മുടെ പ്രാഗ്മാറ്റിസത്തിന്റെ കേസിൽ വരുമ്പോൾ ഇവർ വിശ്വസിക്കുന്നത് എഡ്യൂക്കേഷന് ഒരിക്കലും ഒരു എയിം ഇല്ല മീൻസ് എയിം ഉള്ളത് ആർക്കാ, ഒരു ചൈൽഡിന് എയിം ഉണ്ടാവും, അവരുടേതായിട്ടുള്ള എയിം ഉണ്ടാവും, പാരൻസിന് അവരുടേതായിട്ടുള്ള എയിം ഉണ്ടാവും. അല്ലാതെ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ഒരു എയിം അവിടെ ഫിക്സഡ് ആയിട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രാഗ്മാറ്റിസം പറയുന്നത്. ടു ദം എഡ്യൂക്കേഷൻ ഈസ് ആൻ ഐഡിയ ആൻഡ് ഇറ്റ് കാനോട്ട് ഹാവ് എനി എയിം. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷന് വ്യക്തമായിട്ടുള്ള ഒരു എയിം ആദ്യം തന്നെ പ്രവചിച്ച് വെച്ചിട്ടില്ല. അതെന്താ, ഒരു ചൈൽഡിൻ്റെ എയിമിനനുസരിച്ച് അത് മാറാം, അല്ലെങ്കിൽ പാരൻസിൻ്റെ എയിമിനനുസരിച്ചിട്ട് അത് മാറാം, ടീച്ചേഴ്സിൻ്റെ എയിമിനനുസരിച്ചിട്ട് മാറാം. അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ എഡ്യൂക്കേഷനിലെ എയിമായിട്ട് പറയുന്നത്. ഓക്കെ, അടുത്തത് കരിക്കുലം. They give priorities to science, social science, biology, sociology, human psychology and anthropology. അപ്പോൾ ഐഡിയലിസ്റ്റിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ അവിടെ കൂടുതലായിട്ടും യോഗ, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ്, അങ്ങനെയുള്ള സബ്ജക്ട്സിനാണ് അവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ആർട്സിനൊക്കെ ആയിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ ഒരു കേസ് എടുക്കുന്ന സമയത്ത്, പ്രാഗ്മാറ്റിസം എടുക്കുന്ന സമയത്ത് ഇവിടെ കൂടുതലും സയൻസ് സബ്ജക്ട്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ സയൻസ് സബ്ജക്ട്സിലൂടെയാണ് കൂടുതൽ മാറ്ററിനെ അറിയാൻ പറ്റുക, മെറ്റീരിയൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് സയൻസ് സബ്ജക്ട്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ദേ ഡോണ്ട് പെർമിറ്റ് ദ ഇൻക്ലൂഷൻ ഓഫ് കൾച്ചറൽ ആക്ടിവിറ്റീസ് ഇൻ ദ കരിക്കുലം. ഓക്കെ, ഇവിടെ കൾച്ചറൽ ആക്ടിവിറ്റീസിന് അധികം പ്രാധാന്യം കൊടുക്കുന്നില്ല. പക്ഷെ നമ്മൾ ഐഡിയലിസ്റ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ കൾച്ചറൽ ഡെവലപ്മെൻ്റ് ആയിരുന്നു എഡ്യൂക്കേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത്. പക്ഷേ പ്രാഗ്മാറ്റിസത്തിൽ വരുമ്പോൾ ആ ഒരു കൾച്ചറൽ ആക്ടിവിറ്റീസ് തന്നെ കരിക്കുലത്തിലില്ല. ആ ഒരു കൾച്ചറൽ ആക്ടിവിറ്റീസ് കൊണ്ട് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല എന്നുള്ളൊരു കോൺസെപ്റ്റാണ് പ്രാഗ്മാറ്റിസത്തിൽ പറയുന്നത്. അടുത്തതാണ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. ദ ഡോമിനൻറ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ് ഈസ് ടു ഡു ആൻഡ് ടു മേക്ക്. നമ്മൾ പറഞ്ഞു ചെയ്ത് പഠിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ടീച്ചറുടെ റോൾ എന്തായിരിക്കും, അല്ലെങ്കിൽ ആ ടീച്ചിങ് മെത്തേഡ് എന്തായിരിക്കും, ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, കുട്ടികൾക്ക് ചെയ്ത് പഠിക്കാനുള്ള ഒരു അവസരം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ടീച്ചറുടെ റോൾ. മെത്തേഡ് എന്ന് പറയുമ്പോൾ ദ ബിസിനസ് ഓഫ് ദ ടീച്ചർ ഈസ് ടു ടീച്ച് ഹിസ് പീപ്പിൾ ടു ഡു റാദർ ദാൻ ടു നോ. അതായത് കുറേ അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളതല്ല. നമ്മൾ ഐഡിയലിസ്റ്റിൽ പറയുമ്പോൾ കൂടുതലായിട്ടും ലെക്ചർ മെത്തേഡാണ്, കുറേ അറിവ് പകർന്നു കൊടുക്കുന്നു. ടീച്ചറാണ് അവിടെ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ടീച്ചർക്ക് കുറച്ച് അറിവ് അറിയാം, അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു ഐഡിയലിസ്റ്റിൽ വരുന്നത്. പക്ഷെ പ്രാഗ്മാറ്റിസം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് എന്തൊക്കെയോ അറിയാം, അവർക്ക് ചെയ്താണ് പഠിക്കേണ്ടത്. അപ്പോൾ ടീച്ചർ അതിനുള്ള സപ്പോർട്ട് കൊടുക്കുക, അതായത് ചെയ്ത് പഠിക്കാനുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രാഗ്മാറ്റിസത്തിൽ വരുന്നത്. ആൻഡ് ലേണിംഗ് ബൈ ഡൂയിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു. ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് ചോക്ക് ആൻഡ് ടോക്ക് ആർ ഹെയ്റ്റ്ഫുൾ ഫോർ ദം. അപ്പോൾ അത്തരം ഒരു മെത്തേഡ് നമ്മുടെ പ്രാഗ്മാറ്റിസത്തിൽ വരുന്നില്ല. അതർ മെത്തേഡ്സ് ആണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, അതുപോലെ എക്സ്പെരിമെൻറ്റേഷൻ, പ്രോബ്ലം സോൾവിങ് മെത്തേഡ്, പ്രൊജക്ട് മെത്തേഡ്, ഒബ്സർവേഷൻ. ഓക്കെ, പ്രൊജക്ട് മെത്തേഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പ്രൊജക്ട് മെത്തേഡ് കണ്ടുപിടിച്ചതാരാ അല്ലെങ്കിൽ കൊണ്ടുവന്നത് കിൽപാട്രിക് ആണെന്നുള്ളത്.
അപ്പോൾ ഇത്തരം മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിൽ വരുന്നത്, പ്രാഗ്മാറ്റിസത്തിൽ വരുന്നത്. ഓക്കെ, അടുത്തത് റോൾ ഓഫ് ദ ടീച്ചർ. അപ്പോൾ പ്രാഗ്മാറ്റിസത്തിൽ ടീച്ചറുടെ റോൾ എന്തായിരിക്കും എന്നുള്ളതാണ്. പ്രാഗ്മാറ്റിസ്റ്റ് ടീച്ചർ ഈസ് എ ഫ്രണ്ട് ഫിലോസഫർ ആൻഡ് ഗൈഡ്. ഇത് നോട്ട് ചെയ്ത് വെക്കുക. ടീച്ചർ ഒരു ഫ്രണ്ട് ആയിരിക്കണം, ഫിലോസഫർ ആയിരിക്കണം ആൻഡ് ഗൈഡ് ആയിരിക്കണം. ഒരിക്കലും കുറേ നോളേജ് ഉണ്ട്, അത് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നു എന്നതിലുപരി എപ്പോഴും ടീച്ചർ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കി അവർക്കൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരാളായിരിക്കണം, ഒരു ഫ്രണ്ട് ആയിരിക്കണം, നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട ഒരാളായിരിക്കണം, ഫിലോസഫർ ആൻഡ് ഗൈഡ് ആയിരിക്കണം എന്നുള്ളതാണ്. Okay, the chief functions of a pragmatist teacher is to suggest the problems to his pupils and to stimulate them to find solution. അപ്പോൾ ഇവിടെ ടീച്ചറുടെ മെയിൻ റോൾ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതായിരിക്കരുത് പറഞ്ഞു കൊടുക്കേണ്ടത്. അതേസമയം ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഇപ്പോൾ പഠിക്കേണ്ട ഏരിയയിൽ നിന്നല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡെയിലി ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം തന്നെ ക്ലാസ്സിൽ വന്ന് അവതരിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യും, അത് സോൾവ് ചെയ്യാനായിട്ട് പല രീതിയിൽ ചിന്തിക്കും, പല രീതിയിൽ അവിടെ ആക്ഷൻ നടക്കും അല്ലേ. അപ്പോൾ അത്തരം സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം ടീച്ചറുടെ റോൾ. അടുത്തത് ടൈപ്സ് ഓഫ് പ്രാഗ്മാറ്റിസം ആണ്. ദർ ആർ 3 types ഓഫ് പ്രാഗ്മാറ്റിസം. ഫസ്റ്റ് വൺ ഹ്യൂമനിസ്റ്റിക് പ്രാഗ്മാറ്റിസം, സെക്കൻഡ് വൺ എക്സ്പെരിമെന്റൽ പ്രാഗ്മാറ്റിസം ആൻഡ് തേർഡ് വൺ ഈസ് ബയോളജിക്കൽ പ്രാഗ്മാറ്റിസം. നമ്മൾ പ്രാഗ്മാറ്റിസം എന്താണെന്നുള്ളത് പഠിച്ചു. അപ്പോൾ പ്രാഗ്മാറ്റിസത്തിൽ തന്നെ 3 types ഉണ്ട്. അതാണ് ഹ്യൂമനിസ്റ്റിക് പ്രാഗ്മാറ്റിസം, എക്സ്പെരിമെന്റൽ പ്രാഗ്മാറ്റിസം ആൻഡ് ബയോളജിക്കൽ പ്രാഗ്മാറ്റിസം. നമുക്ക് ഓരോന്നും എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഹ്യൂമനിസ്റ്റിക് പ്രാഗ്മാറ്റിസം ആണ്. ഇറ്റ് സേസ് ദാറ്റ് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹ്യൂമൻ വാണ്ട്സ് ആൻഡ് ഡിസൈർസ് ആർ ദി അൾട്ടിമേറ്റ് എയിം ഓഫ് ലൈഫ്. അതായത് നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഏറ്റവും വലിയൊരു എയിം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ. അതായത് അവർക്ക് കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാവും, കുറേ ആവശ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ നിറവേറുന്നതാണ് നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും വലിയൊരു എയിം എന്നാണ് ഹ്യൂമനിസ്റ്റിക് പ്രാഗ്മാറ്റിസ്റ്റുകാർ പറയുന്നത്. അപ്പോൾ അവിടെ ഹ്യൂമൻ ബീയിങ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ലൈഫിൻ്റെ ഏറ്റവും വലിയൊരു എയിം എന്ന് പറഞ്ഞാൽ ആ ഒരു ആവശ്യങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതായിരുന്നു പറഞ്ഞത്. അടുത്തത് എക്സ്പെരിമെന്റൽ പ്രാഗ്മാറ്റിസം. എനിത്തിങ് ഈസ് ട്രൂ ദാറ്റ് ക്യാൻ ബി എക്സ്പെരിമെന്റലി വെരിഫൈഡ്. ഇപ്പോൾ ഐഡിയലിസ്റ്റിൽ പറയുന്ന ഒരു കാര്യം സത്യമാണെന്ന് പറയുമ്പോൾ അവിടെ എക്സ്പെരിമെന്റലി വെരിഫൈ ചെയ്യേണ്ട ഒരു കാര്യം ഇല്ല എന്നുള്ള രീതിയിലാണ് ഐഡിയലിസ്റ്റിൽ പറയുന്നത്. അതായത് അവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതെല്ലാം സത്യമാണെന്നും പറയുന്നുണ്ട്. പക്ഷെ പ്രാഗ്മാറ്റിസം എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് എക്സ്പെരിമെന്റൽ പ്രാഗ്മാറ്റിസം എന്ന് പറയുമ്പോൾ, ഒരു കാര്യം സത്യമാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് എക്സ്പെരിമെന്റലി വെരിഫൈ ചെയ്യണം അല്ലെങ്കിൽ പ്രൂവ് ചെയ്യണം. സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഇവരുടെ രീതിയിൽ അത് ട്രൂത്ത് ആയിട്ടുള്ളൂ. ഇപ്പോൾ ഗോഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഗോസ്റ്റ് ആണെങ്കിലും, ഇപ്പോൾ ഗോഡ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഐഡിയലിസ്റ്റിൽ കൂടുതലായിട്ടും ഗോഡിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. പക്ഷെ അതൊരിക്കലും നമ്മൾ തെളിയിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ പ്രാഗ്മാറ്റിസത്തിൽ വരുന്ന സമയത്ത് അവർ ഗോഡിനെ വിശ്വസിക്കുന്നതേ ഇല്ല. കാരണം എന്താ, അത് എക്സ്പെരിമെന്റലി അവർക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി അവർക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരതിനെ വിശ്വസിക്കില്ല. അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ ഗോസ്റ്റ് എടുത്താലും അവരതിനെ വിശ്വസിക്കുന്നില്ല. കാരണം അത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യമാണ്. അതാണ് എക്സ്പെരിമെന്റൽ പ്രാഗ്മാറ്റിസത്തിൽ വരുന്നത്. ഓക്കെ, അടുത്ത ടൈപ്പ് ഓഫ് പ്രാഗ്മാറ്റിസം ആണ് ബയോളജിക്കൽ പ്രാഗ്മാറ്റിസം. The power or capacity of a human being is valuable and important, which enables him to adjust with the environment or which makes him able to change his environment according to his needs and requirement. അതായത് ഇവിടെ ഹ്യൂമൻ ബീയിങ്ങിന് അത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രാഗ്മാറ്റിസമാണ് ബയോളജിക്കൽ പ്രാഗ്മാറ്റിസം. ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിനാണെങ്കിലും അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ട് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് ഉണ്ട്, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് മാറ്റാനുള്ളൊരു കഴിവുണ്ട് എന്നുള്ളതാണ് ബയോളജിക്കൽ പ്രാഗ്മാറ്റിസത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ മനുഷ്യർ ഏതൊരു എൻവയോൺമെൻറ്റുമായിട്ടും അഡ്ജസ്റ്റ് ആവാനുള്ളൊരു കപ്പാസിറ്റിയും മനുഷ്യർക്ക് ഉണ്ട് എന്നുള്ളത് ബയോളജിക്കൽ പ്രാഗ്മാറ്റിസത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, മാൻ ഹാസ് ദ കപ്പാസിറ്റി ടു ക്രിയേറ്റ് ഹിസ് ഓൺ ഡെസ്റ്റിനി. അതായത് അവരവരുടെ വിധി നിർണ്ണയിക്കുന്നത് ആരാ, അവരവർ തന്നെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഐഡിയലിസ്റ്റിൻ്റെ കേസിൽ വരുന്ന സമയത്ത് നമ്മുടെ വിധി തീരുമാനിക്കുന്നത് ഗോഡാണെന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു അവിടെ. പക്ഷേ ഇവിടെ പറയുന്ന സമയത്ത് നമ്മുടെ ഡെസ്റ്റിനി നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ദുൽഖറുടെ ഒരു ഡയലോഗ് ഉണ്ട് അല്ലേ, എൻ്റെ വിധി എൻ്റെ തീരുമാനങ്ങളാണെന്ന് പറയുന്നത്. അതായത് നമ്മുടെ വിധികൾ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. എല്ലാ കാര്യത്തിലും അത് പോസിബിൾ ആവണമെന്നില്ല,
പക്ഷെ പല കാര്യങ്ങളും നമുക്കത് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ ബയോളജിക്കൽ പ്രാഗ്മാറ്റിസത്തിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ബയോളജിക്കൽ പ്രാഗ്മാറ്റിസം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ദുൽഖറിനെ ആലോചിച്ചാൽ മതി, എൻ്റെ വിധി എൻ്റെ തീരുമാനങ്ങളാണ്. അതായത് അവിടെ വിധി തീരുമാനിക്കുന്നത് മനുഷ്യർ തന്നെയാണെന്നാണ് പറയുന്നത്. അതുപോലെ ആ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതും അഡ്ജസ്റ്റബിൾ ആവുന്നതും, അതുപോലെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മുടെ എൻവയോൺമെന്റിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇവിടെ ബയോളജിക്കൽ പ്രാഗ്മാറ്റിസത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്രാഗ്മാറ്റിസത്തിൽ മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം, അതിൻ്റെ ടൈപ്സ് നമ്മൾ പറഞ്ഞു, അതുപോലെ അതിൻ്റെ ഫൗണ്ടർ ആൻഡ് ഫാദർ ഓഫ് പ്രാഗ്മാറ്റിസം പറഞ്ഞു, അതിൻ്റെ ലീഡിങ് എക്സ്പോണൻസിനെ കുറിച്ച് പറഞ്ഞു, എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ പറഞ്ഞു, കരിക്കുലം പറഞ്ഞു, അതുപോലെ ടീച്ചറുടെ റോൾ എന്താണ്, മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, കാരണം പല ടൈപ്പിൽ തന്നെ ഇത്തരം വെസ്റ്റേൺ സ്കൂൾസ് ഓഫ് ഫിലോസഫിയിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഡിസംബർ 2020 ജൂൺ 2021 ഷിഫ്റ്റ് 2 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡിങ് സൊല്യൂഷൻ ഓഫ് പ്രോബ്ലംസ് ബൈ ക്രിയേറ്റിംഗ് പ്രോപ്പർ എൻവയോൺമെന്റ് ഈസ് ദ മെയിൻ എസെൻസ് ഓഫ് വിച്ച് ഫിലോസഫി. നമ്മൾ ഇപ്പോൾ പറഞ്ഞൊരു കാര്യമായിരുന്നു അല്ലേ, ഇപ്പോൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമായിരുന്നു. എന്താ? ഫൈൻഡിങ് സൊല്യൂഷൻ ഓഫ് പ്രോബ്ലംസ് ബൈ ക്രിയേറ്റിംഗ് പ്രോപ്പർ എൻവയോൺമെന്റ് ഈസ് ദ മെയിൻ എസെൻസ് ഓഫ് വിച്ച് ഫിലോസഫി. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, ഐഡിയലിസം, നാച്ചുറലിസം, ബയോളജിക്കൽ പ്രാഗ്മാറ്റിസം ആൻഡ് എക്സിസ്റ്റൻഷ്യാലിസം. അപ്പോൾ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ബയോളജിക്കൽ പ്രാഗ്മാറ്റിസം ആണെന്ന് അറിയാം. പക്ഷേ എക്സാമിന് ചോദിച്ചാലും നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കണം അത് ബയോളജിക്കൽ പ്രാഗ്മാറ്റിസം ആണെന്നുള്ളത്. കാരണം ഈ ഒരു വേർഡ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, ക്രിയേറ്റിംഗ് പ്രോപ്പർ എൻവയോൺമെന്റ്. ഓക്കെ, ഒരു പ്രോബ്ലം തന്നാൽ അത് സോൾവ് ചെയ്യാനായിട്ട് ഉള്ള ഒരു എൻവയോൺമെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. അത് ഏതിലാണ് പറയുന്നത്? ബയോളജിക്കൽ പ്രാഗ്മാറ്റിസത്തിലാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താ? ആൻസർ 3. ഓക്കെ, അടുത്തത് ഡിസംബർ 2022 ഷിഫ്റ്റ് 2 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഹു ഈസ് ദ റൈറ്റർ ഓഫ് ഫേമസ് ബുക്ക് ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ 1926. ഓക്കെ, ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്ക് എഴുതിയ ആൾ ആരാണെന്നുള്ളതാണ്. വില്യം കിൽപാട്രിക്, ജോൺ ഡൂയി, റാൽഫ് ഡബ്ല്യു ടൈലർ, ഹോളീസ് കാസ്വെൽ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ നോട്ട് ചെയ്ത് വെക്കുക. ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു ബുക്ക് എഴുതിയത് നമ്മുടെ വില്യം കിൽപാട്രിക് ആണ്. ദാറ്റ് ഈസ് ആൻസർ 1. സോ വില്യം കിൽപാട്രിക് റൈറ്റ് ദ ബുക്ക് ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ 1926. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രാഗ്മാറ്റിസത്തെ കുറിച്ചായിരുന്നു. അപ്പോൾ പഠിക്കുന്ന ടൈമിൽ മറ്റുള്ള വെസ്റ്റേൺ സ്കൂൾ ഓഫ് ഫിലോസഫി പഠിക്കുമ്പോഴും, അതായത് ഐഡിയലിസം, റിയലിസം, അത്തരം സ്കൂൾസ് ഓഫ് ഫിലോസഫി പഠിക്കുമ്പോഴും ഈ ഒരു രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഫൗണ്ടർ ചോദിക്കാം. ഞാൻ പറഞ്ഞല്ലോ, മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുമ്പോൾ ലിസ്റ്റ് 2 ചിലപ്പോൾ ഫൗണ്ടർ ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ ആയിരിക്കും ചോദിക്കുക, കരിക്കുലം ആയിരിക്കും. ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് വെസ്റ്റേൺ സ്കൂൾസ് ഓഫ് ഫിലോസഫി. എല്ലാ വർഷവും മുടങ്ങാതെ തന്നെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.